ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കൽപ്പനയുടെയും പ്രിയങ്കയുടെയും മത്സരത്തിന്റെ ഫലം പറയുന്നതിന് വേണ്ടി മുത്തശ്ശിയും മറ്റെല്ലാവരും ഹാളിൽ ഒത്തുചേർന്നു. കൽപ്പന അന്ന് ചെയ്ത ജോലിയെക്കുറിച്ച് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. പത്മിനി ആദ്യം പറഞ്ഞു, എന്തായാലും ഇന്ന് പരിസരം മുഴുവൻ പരിശോധിച്ചത് ഞാനും പരമേശ്വരനും അമ്മയും കൂടിയാണ്. എന്തായാലും കൽപ്പന മോള് ഇന്ന് ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. ഒരു യഥാർത്ഥ കുടുംബിനി എങ്ങനെയായിരിക്കണോ അതുപോലെ ഒരു വീട് എങ്ങനെ കാത്തു സൂക്ഷിക്കും, അങ്ങനെ തന്നെയാണ് ഇന്ന് പരിസരമെല്ലാം മോള് റെഡിയാക്കി ഇട്ടിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ കൽപ്പന വളരെ സന്തോഷത്തിലായി. ഉടനെ മുത്തശ്ശി പറഞ്ഞു, അതെ, ഇന്നത്തെ പ്രവൃത്തി, ഇന്നത്തെ ഈ ജോലിയിൽ ഈ ടാസ്ക് കൽപ്പന മോള് വിജയിച്ചിട്ടുണ്ട് എന്ന് മുത്തശ്ശിയും അറിയിച്ചു. അപ്പോഴാണ് പരമേശ്വരൻ പറഞ്ഞത്, പൂജാമുറി പരിശോധിച്ചത് ഞാനാണ്. പൂജാമുറി ഇന്ന് വളരെ ഭംഗിയായി തന്നെ എല്ലാം വളരെ ക്ലീനായി കൃത്യമായി അതാത് സ്ഥാനത്ത് എല്ലാം ഭംഗിയായി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇത് നിങ്ങൾ മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രത്തോളം ഭംഗിയായി ഈ വീടിന് സൂക്ഷിച്ചത്. എന്നാൽ ഇത് തുടർന്നും അങ്ങോട്ട് ഈ മത്സരം തീർന്നു കഴിഞ്ഞാലും തുടർന്നും ഇതുപോലെ തന്നെ ഈ വീട് കാത്തു സൂക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പരമേശ്വരൻ അറിയിച്ചു. അതിനുശേഷം എല്ലാവരും കൽപ്പനയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേട്ട് സൂര്യ പറഞ്ഞു, കൽപ്പന, കൺഗ്രാറ്റ്സ്. ആദ്യമായിട്ടാണ് കണിമംഗലത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി കൽപ്പനയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേട്ടത്. അത് കേട്ട് കഴിഞ്ഞതും ഉടനെ അവിടെ നിന്ന് പ്രിയങ്ക പറഞ്ഞു, അതെ, ഇന്ന് എല്ലാവരും കൽപ്പനയടത്തിയെ പ്രശംസിക്കുന്നുണ്ട്. എന്നാലേ ഡൈനിങ് ടേബിളിലേക്ക് എല്ലാവരും വന്നതിന് ശേഷം ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ മാറ്റും. ഇപ്പോ ഏട്ടത്തിയായിരിക്കും വിജയിച്ചു നിൽക്കുന്നത്. എന്നാലേ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വിന്നർ ഈ പ്രിയങ്കയായിരിക്കും, നോക്കിക്കോ എന്ന് എല്ലാവരോടും അറിയിച്ചു. എന്നാൽ പിന്നെ ഇനി വൈകിക്കണ്ട, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ എന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പോഴേക്കും ഇനി ഇതിന്റെ വിന്നർ ആരാണ് എന്ന് ഞങ്ങൾ പറയാമെന്ന് അപ്പോ ഇത് കേട്ടു നിന്ന വരുണും പറയുന്നു. ശരി, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തി. ഭക്ഷണം വിളമ്പാനായി പ്രിയങ്ക തയ്യാറായി നിൽക്കുന്നത് കണ്ട് പത്മിനി ചോദിച്ചു, മോളെ, അമ്മ കൂടി വിളമ്പട്ടെ? അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, വേണ്ടമ്മേ, ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല സെർവ് ചെയ്യുന്നതും ഞാൻ തന്നെയായിരിക്കും, അമ്മ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും അവിടെ ടേബിളിന് ചുറ്റും ഇരുത്തി പ്രിയങ്ക എല്ലാവർക്കുമായി ഭക്ഷണം വിളമ്പുന്നു. ഇതിനിടയിൽ പ്രിയങ്ക പറഞ്ഞു, വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും കൊണ്ട് നിർത്തിയത്. അല്ലായിരുന്നെങ്കിൽ ഒന്ന് രണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ കൂടി ഞാൻ ഉണ്ടാക്കുമായിരുന്നു എന്ന് പ്രിയങ്ക പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. അതിനുശേഷം ഉടനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഉർവശി പറഞ്ഞു, എന്തായാലും ഇന്നത്തെ ദിവസം പ്രിയങ്ക മോള് ശരിക്കും ഒരു ഉത്തമയായ കുടുംബിനിയായി മാറിക്കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, അതെ ഉർവശി, അങ്ങനെ അഭിപ്രായം പറയാൻ വരട്ടെ, നമുക്ക് എല്ലാവർക്കും കഴിച്ചു നോക്കാം. അതിനുശേഷമല്ലേ യഥാർത്ഥ കാര്യം പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ഭക്ഷണം നമുക്ക് കഴിക്കാം എന്ന് എല്ലാവരും പരസ്പരം പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചേർന്ന് അന്ന് പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം. അത് കഴിച്ചു കഴിഞ്ഞതും വായിലേക്ക് ആ ഭക്ഷണം വെച്ച ആ നിമിഷം കൽപ്പന ഉടനെ തന്നെ ഓക്കാനിക്കുന്ന വണ്ണം പറഞ്ഞു, അയ്യേ, ഇതെന്തൊരു ഉപ്പാ ഇതില്. ഉടനെ ഇത് കേട്ട് നിന്ന പ്രിയങ്ക ചോദിച്ചു, അതെ ഏട്ടത്തി, മത്സരത്തിൽ വിജയിക്കാനുള്ള ആഗ്രഹവും താല്പര്യമൊക്കെ കാണിക്കുന്നത് കൊള്ളാം, അത് പക്ഷെ മാന്യമായിട്ട് വേണം, ശരിക്കും വിജയിക്കാനായിട്ട് പ്രയത്നിച്ചിട്ട് വേണം, അല്ലാതെ ഇതുപോലെ ചുമ്മാ ഷോ ഇറക്കരുത് എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക പറയുമ്പോൾ കൽപ്പന പറഞ്ഞു, അതെ, ഞാൻ മാത്രമല്ലല്ലോ ഭക്ഷണം കഴിക്കുന്നത്, ഇവർ ഓരോരുത്തരും കഴിക്കാൻ തുടങ്ങുമല്ലേ, അപ്പോഴറിയാം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയ സൂര്യ പെട്ടെന്ന് പാതിലേക്ക് വെച്ചതും, അയ്യോ, ഇത് എന്തൊരു എരിവാണ്, ഇത്ര എരിവിടുവോ എന്ന് ചോദിച്ച് ആ ഭക്ഷണം നേരെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഇത് കണ്ടതോടെ പ്രിയങ്ക പറഞ്ഞു, അല്ലേലും സൂര്യേട്ടൻ അങ്ങനെയല്ലേ പറയുള്ളൂ, കാരണം ഏട്ടത്തി ജയിക്കണമെന്നല്ലേ ആഗ്രഹം ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ഉടനെ പരമേശ്വരനും ഭക്ഷണം കഴിച്ചു. പരമേശ്വരൻ പറഞ്ഞു, മോളെ, ഇങ്ങനെ ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുവോ? മോളുടെ ഭക്ഷണം അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗമുണ്ട് എന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ പരമേശ്വരൻ പ്രിയങ്കയുടെ കൈപുണ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരു വട്ടം നമ്മളെല്ലാവരും പ്രിയങ്ക മോളുടെ കൈപുണ്യം രുചിച്ചറിഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞായിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും മുത്തശ്ശി ഉടനെ പറയുകയും ചെയ്തു, പരമേശ്വര, അങ്ങനെ ഒരു മുൻകൂർ തീരുമാനമൊന്നും വേണ്ട, ഒരു മുൻവിധിയൊന്നും വേണ്ട, നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം എന്ന് മുത്തശ്ശി അപ്പോ പരമേശ്വരനെ വിലക്കിക്കൊണ്ട് പറയുകയും ചെയ്തു. ആ അഭിപ്രായത്തെ ശരിക്കും മുൻനിർത്തുന്ന രീതിയിൽ, അത് തന്നെ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരുന്നു പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ എല്ലാം ടേസ്റ്റ്. ഉടനെ
പരമേശ്വരൻ വേദനയോട് ചോദിച്ചു, മോളെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു, അതെ, ആദ്യമായി അടുക്കളയിൽ കയറുന്ന പാചകം അറിയാത്ത ആളുകളാണെങ്കിൽ പോലും, ആദ്യമായി അടുക്കളയിൽ കയറുന്ന ആളാണെങ്കിൽ പോലും ഇതിനേക്കാളും ഭംഗിയായി ഉണ്ടാക്കുമായിരുന്നു എന്ന് പത്മിനിയും പറയുന്നു. എല്ലാവരുടെയും അഭിപ്രായം കേട്ടതോടെ പ്രിയങ്ക ആകെ വിഷമത്തിലായി. ഉടനെ വരുൺ ഒന്ന് വായിൽ വെച്ചിട്ട് പറഞ്ഞു, അതെ, എന്തായാലും വാശിയും മത്സരബുദ്ധിയുമൊക്കെ കൊള്ളാം. പക്ഷേ അത് അവനവന്റെ കഴിവിനെ കുറിച്ച് ഒരു ബോധമുണ്ടായിട്ട് വേണം. അവനവന്റെ കഴിവിൽ സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവും വേണം. എന്നിട്ട് വേണം മത്സരത്തിനായി മുന്നിട്ടിറങ്ങാനും വെല്ലുവിളിക്കാനും എന്ന് വരുൺ പ്രിയങ്കയോട് അറിയിച്ചു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്തായാലും ആരായാലും ഏത് മനുഷ്യനും ഒരു അബദ്ധം ഒരിക്കൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തേക്ക് വിട്ടേക്കാം. ഇന്നത്തെ ദിവസത്തെ ടാസ്ക് എല്ലാം ഭംഗിയായി ചെയ്തു തീർത്തത് കൽപ്പനയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വിജയി കൽപ്പന തന്നെയാണ്. പക്ഷെ ഇനി ഒരു ദിവസം കൊണ്ട് തന്നെ മത്സരം തീരുന്നില്ല. ഇനിയും 2 ദിവസങ്ങൾ ബാക്കി. ഇന്ന് കൽപ്പനയാണ് പുറംപണിയെല്ലാം ചെയ്തതെങ്കിൽ നാളെ പ്രിയങ്ക മോള് പുറത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. അടുക്കളയിലെ കാര്യം കൈകാര്യം ചെയ്യേണ്ടത് കൽപ്പനയും. അത് നമുക്ക് നോക്കാം എന്ന് പ്രിയങ്കയോടും കൽപ്പനയോടും മുത്തശ്ശി അറിയിച്ചു. പിന്നെ വരുൺ, ഒരു കാര്യം ചെയ്യാം, പ്രിയങ്ക മോളെയും കൂടെ ചേർത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഓൺലൈനിൽ ബുക്ക് ചെയ്യുക. അതാണ് ഇനി നല്ലത് എന്ന്, ഇനി ഇതിന് കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്ന് മുത്തശ്ശി വരുണിനോട് അറിയിക്കണം. ആകെ നിരാശയോടെ വിഷമത്തോടെ പ്രിയങ്ക പറഞ്ഞു, എന്തായാലും ഇന്നത്തെ ദിവസം എനിക്കിങ്ങനെ സംഭവിച്ചെങ്കിൽ നാളെ കാണാം. ഇന്ന് ഡൈനിങ് ടേബിളിന് അരികിൽ ഇരുന്ന എല്ലാവരും എന്നെ കുറിച്ച് പറഞ്ഞത് നാളെ തിരുത്തി പറയും. നോക്കിക്കോ, ഇതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നാളെ ഞാനാണ് വിജയിയെന്ന് മുത്തശ്ശിയെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പറയിക്കും എന്ന് പറഞ്ഞ് പ്രിയങ്ക കണ്ണീരോടെ അവിടെ നിന്ന് റൂമിലേക്ക് പോന്നു. റൂമിലെത്തിയ പ്രിയങ്ക താൻ ഈ മത്സരത്തിൽ വിജയിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ പോലെ ആകെ നിരാശയോടെ നിന്നു. എന്തായാലും ഇനി മത്സരത്തിൽ ഒന്നും പങ്കെടുക്കാൻ ഞാനില്ല, എന്നെ കൊണ്ട് വയ്യ. നാളെ പുറത്തെ ജോലികളാണ് ചെയ്യേണ്ടത്. ആ ചെറിയമ്മയും എടുത്തിയും ചേർന്ന് അതുപോലെ അലങ്കോലമാക്കിയിടും. ഞാൻ എങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കിയെടുക്കും? എന്തായാലും ഒരു കാര്യം ചെയ്യാം, മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന് വിചാരിച്ചാലും 3 ദിവസത്തെ മത്സരമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏട്ടത്തെ വിജയിച്ചു എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ എന്റെ മുന്നിലൂടെ നടക്കും. അത് മാത്രമല്ല, അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം ഏട്ടത്തെ സ്വന്തമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത് എനിക്ക് പറ്റില്ല. എന്താ ഇനി ഒരു പോംവഴി എന്ന് ആലോചിച്ചതും പെട്ടെന്ന് പ്രിയങ്ക ചിന്തിച്ചു, ഇനി ചേച്ചിയെ വിളിക്കാം, അതല്ലാതെ വേറെ രക്ഷയില്ല. ഉടനെ പ്രിയങ്ക രാധികയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. രാധിക കോൾ എടുത്തതും, എന്താ മോളെ, നീ അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കിയോ എന്ന് ചോദിച്ചപ്പോ, നീ വീണ്ടും അടുക്കളയിൽ കയറിയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പറഞ്ഞു, ഓ ഇല്ല ചേച്ചി, കുറച്ചൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു വന്നപ്പോ പെട്ടെന്ന് എനിക്ക് വയ്യാതായി. ഇത് കേട്ട ഉടനെ ആശങ്കയോടെ രാധിക ചോദിച്ചു, വയ്യാതായെന്നോ? എന്താ മോളെ, നിനക്ക് എന്താ പറ്റിയത്? അപ്പോഴേക്കും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, എന്തായാലും ചേച്ചിയുടെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ചേച്ചി നാളെ രാവിലെ ചേച്ചിക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? അപ്പോഴേക്കും രാധിക ചോദിച്ചു, ഞാനോ? എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, അതെ ചേച്ചി, നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണിയാകുമ്പോൾ ചേച്ചി ഇവിടെ എത്തണം. ചേച്ചി ഇവിടെ വന്നിട്ട് പോകുന്ന കാര്യം ഒരു കാരണവശാലും കണിമംഗലത്തുള്ളവർ അറിയാൻ പാടില്ല. അത് കേട്ടതും പ്രിയങ്കയുടെ ആ വാക്കുകൾ കേട്ട് ആകെ സംശയമായി രാധികയ്ക്ക്. കണിമംഗലത്തുള്ളവർ അറിയാൻ പാടില്ലെന്നോ? അതെന്താ മോളെ, എന്താ നീ എങ്ങനെയൊക്കെ പറയുന്നത് പ്രിയങ്ക എന്ന് രാധിക പ്രിയങ്കയോട് അന്വേഷിച്ചു. ഈ സമയം രാധികയെ ഫോണിൽ ചെയ്ത് പ്രിയങ്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി അപ്പുറത്ത് നിന്ന് മുത്തശ്ശിയും വരുണും കേൾക്കാനിടയാകുന്നു. അങ്ങനെ രാധികയോട് വരണമെന്ന് പ്രിയങ്ക പറയുകയും, എനിക്കെല്ലാം എൻ്റെ നേട്ടങ്ങളൊക്കെ തട്ടിയെടുത്ത ആളല്ലേ, അപ്പോൾ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ചേച്ചി തന്നെ വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ കണിമംഗലത്ത് നിന്ന് പുറത്താകും എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ രാധിക പറഞ്ഞു, ശരി, ഞാൻ എന്തായാലും അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛൻ അനുവദിച്ചാൽ ഞാൻ വരാം എന്ന് പറഞ്ഞ് രാധിക ഫോൺ വെക്കുന്നു. അതിനുശേഷം വരുണും മുത്തശ്ശിയും കൂടി അപ്പുറത്തേക്ക് മാറി നിന്ന് മുത്തശ്ശി വരുണോട് ചോദിച്ചു, ഇപ്പൊ എന്തായടാ? മുത്തശ്ശിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും അയാൾ വരുമല്ലോ. അല്ല, അയാൾ വരാതിരിക്കുവോ മുത്തശ്ശി എന്നിങ്ങനെ ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു, ഒരിക്കലുമില്ല. അനുജത്തിക്ക് ഒരു ആപത്ത് വരുന്നുവെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും രാധിക മോളെത്തും. അത് മാത്രമല്ല, രാധിക മോളെ വിടാൻ അവർ തയ്യാറാവുകയും ചെയ്യും എന്ന് മുത്തശ്ശി അറിയിച്ചു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അങ്ങനെ നാളെ എനിക്ക് അയാളെ കാണാൻ കഴിയുമല്ലേ എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു, അതെ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്.
ഇവിടേക്ക് രാധിക മോള് വരുന്നുണ്ട് എന്നുള്ള കാര്യം കണിമംഗലത്തുള്ള ഒരാള് പോലും അറിയരുത് എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ സപ്പോർട്ട് ചെയ്ത് വേണം നീ നാളെ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. ഉടനെ വരുൺ ചോദിച്ചു, സപ്പോർട്ട് ചെയ്യാനോ? മുത്തശ്ശി എന്താ ഈ പറയുന്നത്? എടാ, നിനക്ക് നിന്റെ കാര്യം നടന്നാ പോരെ? അതിന് തൽക്കാലം നീ പ്രിയങ്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അങ്ങ് അവളെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചേക്കുക, അത്രേ ഉള്ളൂ എന്ന് മുത്തശ്ശി വരുണിനോട് അറിയിച്ചു. എന്റെ മുത്തശ്ശി ഈ നൂറ്റാണ്ടിലൊന്നും ജനിക്കേണ്ട ആളായിരുന്നില്ല. സത്യത്തിൽ ഞങ്ങളുടെ നൂറ്റാണ്ടിലായിരുന്നു മുത്തശ്ശി ജനിക്കേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിലുണ്ടല്ലോ, ഈ കാലഘട്ടത്തിലാണ് മുത്തശ്ശി ജനിച്ചിരുന്നെങ്കിൽ ഉണ്ടെങ്കിലോ കുറെ ആളുകളെ പ്രേമിച്ചും പ്രണയിച്ചും അവരെ കുറെ പേരെ ഒരു വഴിക്കാക്കിയനെ എന്ന് പറഞ്ഞതും മുത്തശ്ശി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. ഇതേ, ഞാനിതൊക്കെ ചെയ്തു കൂട്ടുന്നതേ നീ പറയുന്നത് പോലെ നിങ്ങളുടെ ഈ കാലഘട്ടത്തിലുള്ള പഴഞ്ചൻ ബുദ്ധിയൊന്നുമല്ല. ഇതേ കുറച്ച് പുറകോട്ട് പോകണം. ഈ ബുദ്ധിക്ക് നല്ല ശക്തിയും വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന വിവേകവും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബുദ്ധി അങ്ങനെയൊന്നും ആർക്കും ഇല്ലാതാക്കാനും ആവില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശിയോട് വരുൺ ചോദിച്ചു, പിന്നെ കണ്ണടയ്ക്കാൻ പോകുന്നു, അതിനെ കാലന്മാര് മുത്തശ്ശി ഉള്ള സ്ഥലത്തിന്റെ ഒരു 16 കിലോമീറ്ററിന് അപ്പുറത്തെ കാലന്മാര് വന്നിക്കോ? ഇനി അഥവാ ഇവിടേക്ക് കയറാൻ കാലം ശ്രമിച്ചാലുണ്ടല്ലോ, മോഹൻലാലിനെ പോലെ ഈ വരുണും അവരെ അടിച്ചോടിക്കും, മനസ്സിലായോ എന്ന് ചോദിച്ച് വരുൺ അങ്ങനെ നിൽക്കുന്നത് കണ്ട് മുത്തശ്ശി പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്. നിനക്ക് വേണ്ടിയല്ലേ, നീ എന്റെ പേരക്കുട്ടി ആയതുകൊണ്ടല്ലേ, എന്റെ പേരക്കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ മുത്തശ്ശി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരി, നേരത്തെ പോയി കിടന്നോ, അത് രാവിലെ എഴുന്നേറ്റ് രാധിക മോളെ കാണാനുള്ളതല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, ഓ, ഇനി എങ്ങനെയൊന്ന് നേരം വിളിപ്പിക്കുക എന്നാ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ നിൽക്കുന്നു. പിന്നീട് കാണുന്നത് ആറ്റുവാശ്ശേരിയിൽ രാധിക വിവരങ്ങളൊക്കെ യശോദയോട് അറിയിച്ചു. ഇത് കേട്ട് തന്നെ സുകുമാരി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഓ പിന്നെ പ്രിയങ്ക മോള് വിളിച്ചു പറഞ്ഞു പോലും. അതെ യശോദേ, നീ ഇനി ഇവളെ അവിടേക്ക് പറഞ്ഞയക്കാനാണോ നിന്റെ തീരുമാനം? അത് ദേവനാണെങ്കിൽ ഒരു കാര്യവും അറിയത്തില്ല, പക്ഷെ നിനക്കെല്ലാ വിവരങ്ങളും അറിയാവുന്നതാണല്ലോ. നിന്റെ മകളുടെ ജീവിതം തകർന്നു പോകരുതെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും വരുണിനെ കാണാനുള്ള ഇവളുടെ അവസരം നീ ഒരുക്കി കൊടുക്കരുത്. അത് കേട്ടതും രാധിക പറഞ്ഞു, മുത്തശ്ശി, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എവിടേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും വാശിയായിട്ടോ അല്ല ഞാൻ ഈ പറഞ്ഞത്. പ്രിയങ്ക എന്നോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് അവള് പറയുന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ മുത്തശ്ശി പറഞ്ഞു, ഇനി ശരി, പ്രിയങ്കയല്ല വരുണല്ല, ഇനി അവിടെ നിന്ന് കണിമംഗലത്ത് നിന്ന് എല്ലാവരും നിന്നെ ഒന്നിച്ചു വിളിച്ചാൽ ശരി, ഒരു കാരണവശാലും നിന്നെ ഇവിടെ നിന്ന് കണിമംഗലത്തേക്ക് ഞാൻ പറഞ്ഞയക്കില്ല. ഇത് ഈ സുകുമാരിയാ പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുമ്പോ ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് ദേവൻ എത്തുന്നു. ദേവൻ ചോദിച്ചു, എന്താ കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് സുകുമാരി പറഞ്ഞു, അത് പിന്നെ വേറൊന്നും അല്ല ദേവ, അവര് നമ്മുടെ ബന്ധുക്കളല്ലേ, അപ്പൊ ബന്ധുവീടിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞു. ഉടനെ ദേവനാരായണൻ ചോദിച്ചു, അതിനിപ്പോ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ മോളെ, എന്താ ശരിക്കും ഇവിടുത്തെ പ്രശ്നം, മോള് പറ എന്ന് പറഞ്ഞതും രാധിക പറഞ്ഞു, അത് പിന്നെ അച്ഛാ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ യശോദയോട് ചോദിച്ചു, എടോ എന്താടോ കാര്യം? അപ്പോഴേക്കും യശോദ പറഞ്ഞു, അത് പിന്നെ ദേവേട്ടാ ഞാൻ എന്ന് പറഞ്ഞപ്പോ, അതെ, എനിക്കിങ്ങനെ ആളാം വിധം ഓരോരുത്തരോട് ചോദിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. മോളെ, നീ കാര്യം പറഞ്ഞേ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു. മോളെ കണിമംഗലത്തേക്ക് പറഞ്ഞയക്കില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു, എന്തിനാ എന്ന് ചോദിച്ചപ്പോ ഉടൻ തന്നെ രാധിക കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അത് പിന്നെ അച്ഛാ വേറൊന്നുമല്ല, പ്രിയങ്ക കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു, നാളെ രാവിലെ ഒന്ന് എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവൾക്ക് എന്തോ സഹായത്തിന് വേണ്ടിയാണെന്ന്. അവിടെ എന്താ കാര്യം എന്നറിയത്തില്ല, പക്ഷെ അവൾക്ക് ഞാൻ അതിരാവിലെ അവിടെ ചെല്ലണമെന്ന് മാത്രമേ അവൾ എന്നോട് പറഞ്ഞുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അച്ഛാ, എന്റെ എന്തോ സഹായം വേണമെന്ന് മാത്രമാ പറഞ്ഞത്. അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു, എനിക്കറിയാം പ്രിയങ്ക മോളെ, അവൾക്ക് ഒരല്പം കഴിവ് കുറവുണ്ട്, അത് ശരി തന്നെയാണ്. എന്നാൽ അവളുടെ ആ കഴിവില്ലായ്മ നികത്തി കൊടുക്കേണ്ടത് നിന്റെ കടമയുമാണ്. ചേച്ചിയെയും അനുജത്തിയെയും സഹോദരിമാരെ പിരിക്കാൻ ഇവിടെ ആർക്കാ ഇത്ര വാശി? അതുകൊണ്ട് തന്നെ മോള് അവിടേക്ക് ചെല്ലണമെന്ന് പ്രിയങ്കമോൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും മോള് പോണം. നാളെ രാവിലത്തേക്ക് മോള് പോകാൻ തയ്യാറായിക്കോ. ഇവിടെ നിന്ന് ആരൊക്കെ എതിർത്താലും മോളെ ഈ അച്ഛൻ കൊണ്ടുപോയി അവിടെ വിടാം. എന്റെ മക്കള് അങ്ങനെ അകന്ന് ജീവിക്കേണ്ടവരല്ല. നിങ്ങളെന്നും
പരസ്പരം സ്നേഹത്തോടെയും സഹായത്തോടെയും വേണം ജീവിക്കാൻ. അതുകൊണ്ട് രാധിക മോള് റെഡി ആയിക്കോ, രാവിലെ അച്ഛൻ കൊണ്ടുപോയി വിടാം എന്ന് ദേവനാരായണൻ രാധികയോട് പറയുന്നു. അങ്ങനെ രാധിക ശരി അച്ഛ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ യശോദയും ദേവനാരായണനോട് നിന്ന് പോയി കഴിയുമ്പോൾ സുകുമാരി രാധികയുടെ അരികിലേക്ക് ചെന്നു. ഡീ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ നീ പ്രിയങ്കയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പ്രിയങ്ക മോള് എന്തെങ്കിലും നിന്നോട് ആവശ്യപ്പെട്ടാൽ, സഹായം എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുക്കുക. അതിനുശേഷം ഉടൻ തന്നെ ഇങ്ങ് മടങ്ങി പോന്നണം. ഇനി അതല്ല, കണിമംഗലത്ത് നിന്ന് വരുണിനെ കാണാനോ അവിടെയുള്ള മറ്റുള്ളവരുടെ സ്നേഹവും സിമ്പതിയും പിടിച്ചു പറ്റാനോ ശ്രമിച്ചാൽ നിനക്ക് ഈ ആറ്റുവാശ്ശേരിയിലേക്ക് വരേണ്ടി വരില്ല. മനസ്സിലായോടി? ഈ സുകുമാരിയുടെ തനി സ്വരൂപം നീ കാണും എന്നൊക്കെ മുത്തശ്ശി രാധികയോട് ദേഷ്യപ്പെടുന്നു. രാധിക പറഞ്ഞു, ഇല്ല മുത്തശ്ശി, ഞാൻ വേറൊന്നും ചെയ്യില്ല. പ്രിയങ്ക എന്തിനാ എന്നെ വിളിച്ചെന്ന് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നേരം പുലരുന്നതിന് മുൻപ് കണിമംഗലത്തുള്ളവരെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയങ്ക എഴുന്നേറ്റ് പതിയെ പുറത്തേക്ക് ഇറങ്ങുന്നു. വാതിൽ തുറന്ന് പുറത്ത് ഗേറ്റിന് അപ്പുറത്തായിട്ട് വരുമ്പോ അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് രാധിക. രാധികയെ കണ്ട ഉടൻ തന്നെ പ്രിയങ്ക അരികിലേക്ക് ഓടിച്ചെന്നു. ആഹാ, താൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ എന്ന് രാധികയോട് പ്രിയങ്ക ചോദിച്ചു. ഉടനെ രാധിക പറഞ്ഞു, ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അല്ല മോളെന്താ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്ന് ചോദിച്ചപ്പോ, എന്റെ ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഈ വീട്ടിലേക്ക് വന്നു എന്നുള്ള വിവരം ഇവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു മത്സരം നടക്കുകയാണ്, ഏട്ടത്തിയും ഞാനും തമ്മിൽ. ഏട്ടത്തിക്ക് വിജയിക്കാനായിട്ടുള്ള എല്ലാ അവസരങ്ങളുമായിട്ട് മാറുകയാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അതുകൊണ്ട് എനിക്കിതിൽ ജയിച്ചേ പറ്റൂ. ഇനി ഒരു പക്ഷേ ഇതിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കണിമംഗലത്തിന്റെ പടി എന്നേക്കുമായി എനിക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന സൗഭാഗ്യങ്ങളൊക്കെ തട്ടിയെടുത്ത ആളല്ലേ, ഇക്കാര്യത്തിൽ ചേച്ചി എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി എനിക്ക് ചെയ്തു തരണം. എന്താ, അത് പറ്റില്ലെതെനിക്ക് എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, മോളെ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറല്ലേ എന്ന് രാധിക അന്വേഷിച്ചു. എന്നാ ശരി, മിണ്ടാതെ വേഗം വാ എന്ന് പറഞ്ഞ് രാധികയെ വിളിച്ചുകൊണ്ട് പ്രിയങ്ക അകത്തേക്ക് കയറുന്നു. ഉടനെ രാധിക ചോദിച്ചു, അല്ല, ഇത്രയും വലിയ വീട്ടിൽ, ഇതുപോലെയൊക്കെയുള്ള ഒരു വീട്ടില് ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ നടത്തുവോ? ഒരു കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യമാണല്ലോ എന്ന് രാധിക പറയുമ്പോ, താനൊന്നും മിണ്ടാതെ വരുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ പ്രിയങ്ക രാധികയോട് പറയുന്നു. അതിനുശേഷം രാധികയെ അകത്തേക്ക് കൂട്ടി ജോലികളൊക്കെ രാധികയെ കൊണ്ട് ചെയ്യിക്കുന്നു. പൂജാമുറി വളരെ ഭംഗിയാക്കി അലങ്കരിക്കുകയും പൂജാമുറിയില് വിളക്ക് തെളിയിക്കുകയും അലങ്കാരങ്ങളും ഭഗവാനെയും ഒക്കെ ഭംഗിയാക്കി വെക്കുകയും അവിടേക്ക് വന്ന് ഒരു നോക്ക് നോക്കിയാൽ അതോടെ അവിടെ വന്ന് കയറുന്നവരുടെ മനസ്സ് ശുദ്ധമാകുന്നത് പോലെ, അവർക്ക് അത്രത്തോളം സ്നേഹവും ഭക്തിയും ഉണ്ടാകുന്നത് പോലെ എല്ലാം ഭംഗിയായി അലങ്കരിച്ചു. അതിനുശേഷം രാധിക മറ്റു ജോലികളെല്ലാം തന്നെ ചെയ്തു തീർത്തു. അവസാനം എല്ലാം കഴിഞ്ഞ് പോകാനിറങ്ങുന്ന നേരത്ത് പ്രിയങ്ക മറ്റുള്ളവരെ കണ്ണുവെട്ടിച്ച് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് താനാണ് അവിടെ ജോലി ചെയ്യുന്നത് എന്ന് ഭാവിക്കാനായിട്ട് പ്രിയങ്ക പുറത്തേക്ക് കണ്ണു നിട്ടുന്നു. ഇതിനിടയിൽ അകത്തെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാധിക നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാല് വഴുതി വീഴാൻ തുടങ്ങുന്ന നിമിഷം ഓടി വന്ന് അവിടത്തെ ആ കബോർഡിന് പിന്നിൽ ഒളിച്ചിരുന്ന വരുൺ വേഗം ഓടി വന്ന് രാധികയെ പിടിച്ചു നിർത്തുന്നു. വീഴാതെ രാധികയെ ചേർത്ത് സഹായിച്ച് വീണ്ടും നേരെ നിർത്തി കഴിയുമ്പോൾ ആ നിമിഷം തന്നെ വരുൺ വീണ്ടും ആ കബോർഡിന് പിന്നിലായിട്ട് മറിഞ്ഞു. രാധിക തന്നെ ആരാണ് ഓടി വന്ന് രക്ഷപ്പെടുത്തിയെന്നും ആരാണ് വീഴാതെ രക്ഷിച്ചതെന്നും അറിയാതെ സംശയത്തോടെ ആകെ അതിശയത്തോടെ ചുറ്റുപാടുമെല്ലാം നോക്കുന്നു.